ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മോളെയൊക്കെ കുളിപ്പിച്ച് അവളെ ഒക്കെ ഉറക്കി ഒക്കെ കിടത്തി ഞാനും അവളുടെ കൂടെയൊക്കെ ഉറങ്ങി കുറച്ച് നേരമൊക്കെ കിടന്നു കേട്ടോ. കിടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഒന്നാമത് നല്ല മഴയായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതാ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഉറക്കച്ചടവുണ്ട് കേട്ടോ മുഖത്ത്. അവളുടെ കൂടെ കുറച്ച് സമയം കിടന്നതുകൊണ്ടാണ്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതാ ഈവനിങ്ങിലും രാവിലെയൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ എന്താ പറയുക ഹാങ് ചെയ്ത് വെക്കാനും ഇതേപോലെ കത്തിച്ച് വെക്കാനും അങ്ങനെയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കുട്ടി സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെൻ്റെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ആക്കുകയും എനിക്കതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ എല്ലാം നമ്മുടെ ഹാപ്പിനെസ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വെള്ളം ഇങ്ങനെ കുടിക്കുകയാണ്. മഴയായതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ 3 ലിറ്റർ ഒന്നും കുടിക്കാൻ പറ്റാറില്ല. ഒരു 2.5 ലിറ്ററെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള പരിപാടി ഇന്നിപ്പോൾ നമുക്ക് ഡിന്നർ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചപ്പാത്തിയും ഹോം മെയ്ഡായിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. ഗോതമ്പ് മാവ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. കാരണം നമ്മൾ നേരത്തെ രാവിലെ മോക്ക് വെച്ച കഞ്ഞിയുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കണം. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ചൂടാക്കിയിട്ട് മാറ്റി വെക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഞാൻ ചായക്കും പിന്നെ നമുക്ക് പനീറാണല്ലോ ഇന്ന് കറി. അപ്പോൾ പനീറിനൊക്കെ ഉള്ള കുറച്ച് വെള്ളം ചൂടാക്കി വെക്കണം. പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ട്. മുഴുവനും ചിലവാവില്ല. അപ്പോൾ അത് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. രാത്രി ആരും അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കില്ല. ഉച്ചയ്ക്ക് കഴിക്കുന്നത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒട്ടും ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണേ. നമുക്കിന്ന് പനീർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പനീർ ബട്ടർ മസാലയ്ക്കുള്ള പനീർ ഞാൻ എടുക്കുന്നുണ്ട്. അത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണേ. അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ സിങ്കിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. എനിക്ക് ഈ പാത്രങ്ങൾ സിങ്കിൽ നിറഞ്ഞു കിടക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് കഴുകി വെക്കും. പിന്നെ ഞാൻ എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പാത്രങ്ങൾ എടുത്ത് വെക്കാൻ എനിക്ക് ഭയങ്കര മടിയുമാണ്. അപ്പോൾ അത് ഞാൻ കൂട്ടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി. വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വേഗം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ കഴുകി വെക്കും. ഒരുപാടായി കഴിഞ്ഞിട്ടാണ് ഞാൻ മാറ്റി വെക്കാറുള്ളത്. ആ സമയത്ത് ഞാൻ ചായക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടനാണ് ഇടുന്നത്. അച്ഛനും സന്തേട്ടനും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പനീറിലേക്കും കൂടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ച് ഇത് നല്ല ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എന്താ പറയുക അതിൻ്റെ ഫ്രീസ് ഒക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് അതിലേക്കും ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ചപ്പാത്തിക്കും കൂടെ വെള്ളം വെക്കുന്നുണ്ട്. കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈമിന് നല്ല വിശപ്പും വരും. നല്ലൊരു എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഈ ഒരു മഴയത്ത് ഇങ്ങനെ മഴ നോക്കിയിരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ജോലി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തീർത്ത് വെക്കാം. അതിന് ശേഷം മഴ ആസ്വദിക്കുന്നതായിരിക്കും നമുക്ക് നന്നാവുക. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട്. ഈ മഴേൻ്റെ സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ നാടാണ് കേട്ടോ ഓർമ്മ വരിക. അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വയലാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കോലായിലാണ് ഇരിക്കുക. അച്ഛനും ഉണ്ടാവും കോലായിൽ തന്നെ. അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ്, അച്ഛന് മഴ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കോലായിൽ ഓരോന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ
താഴെ വയലെന്ന് നല്ല തവളേൻ്റെ ശബ്ദം കേൾക്കും കേട്ടോ. തവളകൾ ഇത്രയും സൗണ്ട് ഉണ്ടാക്കും എന്ന് വരെ നമുക്ക് തോന്നും. ഒന്നും രണ്ടും ആൾക്കാരല്ല, അവരിഷ്ടം പോലെ ആൾക്കാർ ചേർന്നിട്ടാണ് കേട്ടോ ശബ്ദം ഉണ്ടാക്കുക. അത് കേൾക്കാൻ പ്രത്യേക തരം ഒരു സുഖം തന്നെയായിരുന്നു. അന്ന് നമുക്കതൊരു അയ്യോ ഇതെന്തൊരു ശല്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോഴും ഞാൻ വീട്ടിൽ പോയാൽ മഴ പെയ്യുമ്പോൾ കോലായിൽ പോയിരിക്കും കേട്ടോ. ഈ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. എനിക്ക് തോന്നും ചിലപ്പോൾ അച്ഛനുണ്ടാവും അവിടെയൊക്കെ തന്നെ എന്നൊക്കെ. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മ എൻ്റെ വീട്ടിലേക്കും നമ്മുടെ നാട്ടിലേക്കും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എപ്പോഴും നമ്മൾ ഓർക്കാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കും. ഞാൻ എന്തായാലും ഈ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിന് നമുക്കങ്ങനെ മഴ കണ്ട് ആസ്വദിച്ചിരിക്കാനും ഒന്നും സമയം കിട്ടാറില്ല. കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫോണിൽ, ഞാനൊക്കെ എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കാറാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. കുറച്ച് സമയം കിട്ടുമ്പോൾ ചെയ്യുക. പണ്ടത്തെ പോലെ ഒന്നും നമുക്കിങ്ങനെ എന്തെങ്കിലും കാണാനോ എന്തെങ്കിലും നോക്കാനോ ഒന്നിനും സത്യത്തിൽ നേരം ഉണ്ടാവില്ല. കുറച്ച് നേരം കിട്ടിയാൽ ഒന്നെങ്കിലും മോളെടുത്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഫോണിൽ നോക്കി എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഫുൽക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ചപ്പാത്തി ഗീ ഒന്നും തടവാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് എന്താ പറയുക കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എണ്ണ ഒട്ടും തടവേണ്ട കാര്യമില്ല, എണ്ണ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പനീർ ബട്ടർ മസാലയിൽ അത്യാവശ്യം നമ്മൾ എണ്ണയും ഓയിലൊക്കെ യൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ചപ്പാത്തിയിൽ ഓയിലും ഗീ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഫുൽക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ഫുൽക്കയും ഈ പനീർ ബട്ടർ മസാലയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ചായക്ക് അല്ലു വരാനുള്ള ടൈമായി. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ പനീർ എന്ന് പറയുന്നത്. അവന് വേണ്ടിയിട്ടാണ് ശരിക്കും ഡിന്നറിന് ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ അധിക ദിവസവും പനീർ കറി തന്നെ ആണ് ഉണ്ടാവുക. അപ്പോൾ ചായ കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അവൻ വരുന്ന സമയത്തേക്ക്. ഇനി നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. ഇതൊരു ഈസി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിടാനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് വേണമെന്നില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വലിയ സവാള അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങനെ കുക്കാവേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഓനിയൻ സവാളയ്ക്ക് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് അധികം വേണ്ടത് മല്ലിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് റിച്ച് ആവും, നല്ല ടേസ്റ്റ് ഒന്ന് കൂടും, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ അല്ലാതെ ആണെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും വരാനില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 അണ്ടിപ്പരിപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വരട്ടെ, അതുവരെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കാം കേട്ടോ, അല്ലാണ്ട് നമുക്ക് മഷി പോലെ അരഞ്ഞ് കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതേപോലെ നല്ല പേസ്റ്റാക്കി എടുക്കാം. ഞാൻ കുറച്ച് ചൂടോട് കൂടിയാണ് കേട്ടോ അരച്ചെടുത്തത്. ചൂടാറിയിട്ട് അരയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം, നമ്മുടെ ആ മിക്സിൻ്റെ ജാറ് ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇതിലിനി പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട, നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞ് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ അധികവും ഇടുന്നതാണ്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉള്ളത് കൊണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയാണ്. നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ എങ്ങനെയാണോ ഈ പനീർ ബട്ടർ മസാല ഇട്ടുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും, ഒരു മാറ്റവും ഇല്ല. ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് പനീർ ബട്ടർ മസാല. സൂപ്പർ ടേസ്റ്റിയാണ്, ഒരു കോംപ്രമൈസും ഇല്ലാത്ത ടേസ്റ്റാണ്. ഈ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് സിങ്ക് വീണ്ടും നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയട്ടെ.
ഇനി നമുക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് വരെ പോകണം. ഇന്നലെ നല്ല മഴയായത് കാരണം പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ രാത്രി പെയ്യുന്നില്ല, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. വിളക്ക് വെക്കൽ, പിന്നെ അതേപോലെ തന്നെ മോളെ അവൾക്ക് ഭക്ഷണം കൊടുത്തു, അവളെ മാറ്റിച്ചു, മേലെഴിച്ചു, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ഇതാണ് കേട്ടോ ലിസ്റ്റ്. തലതിരിഞ്ഞേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ലിസ്റ്റൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ എഴുതി വെക്കും, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല, എന്തെങ്കിലും മറന്നു പോകുമെന്ന് പേടി വരും. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. നമുക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അതാകുമ്പോൾ എന്താ പറയുക, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. സാധനങ്ങളൊക്കെ എടുത്തു, ബില്ല് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണ് പൊതുവേ സൂപ്പർ മാർക്കറ്റിൽ തിരക്കുണ്ടാവുക. അപ്പോൾ ബില്ലടിക്കുന്ന സ്ഥലത്താണ് കുറച്ചധികം സമയം നിൽക്കേണ്ടി വരിക. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തേക്ക് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടാണ് നമ്മുടെ ബൈക്ക് സ്കൂട്ടീൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്ലേറ്റ് കണ്ട സമയത്ത് ഞാൻ മൂക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അവൾ അരിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഒക്കെ ABCD ഒക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നാളത്തേക്ക് വെക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ ഓരോന്നിലേക്ക് ആക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞല്ലോ. നാളെ അല്ലെങ്കിൽ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മടി വരും. ഇപ്പോൾ അത് വേഗം ചെയ്യാമെന്ന് തോന്നിയ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നോട് തന്നെ പറഞ്ഞു, ഓക്കെ എന്നാൽ ഇപ്പം തന്നെ ചെയ്യാമെന്ന്. ഇല്ലെങ്കിൽ ഞാനത് അവിടെ തന്നെ ചാക്കിൽ തന്നെ നിൽക്കും 1-2 ദിവസം. അപ്പോൾ ഞാൻ വേഗം അതിനൊരു ഇൻട്രസ്റ്റ് തോന്നിയ സമയത്ത് വേഗം അതൊക്കെ ചെയ്തു തീർത്തു. പിന്നെ ഞാനതൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ അല്ലും വന്നിട്ടുണ്ട്. അതിനുശേഷം ഡിന്നറും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിഞ്ഞു. ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ. ഇത് ഞാൻ എന്നും ചെയ്യും. കാരണം എനിക്ക് ഉറങ്ങുന്നതിൻ്റെ മുന്നേ എൻ്റെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. രാവിലെ വരുമ്പോൾ ഇതൊക്കെ കലബിലായിട്ട് കണ്ടാൽ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോവും. ഞാൻ അത്ര നേരത്തെ എഴുന്നേക്കൊന്നുമില്ല, പക്ഷേ എപ്പോഴാണെങ്കിലും എഴുന്നേറ്റ് വന്നാൽ എനിക്ക് കിച്ചൺ കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ നല്ലോണം ഇരിക്കാനാണ് എനിക്കിഷ്ടം. അതൊക്കെ നമ്മുടെ പ്രയോറിറ്റിയാണേ. അപ്പോൾ ഞാൻ കിച്ചനും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സെറ്റാക്കി, ഒക്കെ അടിച്ചൊക്കെ വാരി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലുവിൻ്റെ കൂടെ കുറച്ച് നേരം പഠിക്കാനിരിക്കണം. അവൻ്റെ യൂണിഫോമൊക്കെ കുത്തിവെക്കുകയാണ്. പിന്നെ അവനെ കുറച്ച് പഠിപ്പിക്കും. പിന്നെ മോളെ കൂടെ കുറച്ചിരിക്കും. പിന്നെ നമ്മളെല്ലാം കിടക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോസും ചാനലും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.